ടിബറ്റൻ മൊണാസ്ട്രിയാണ്. ഇപ്പോൾ പണ്ട് ഇന്ത്യ ചൈന വാറില്ലേ, അപ്പോൾ ചൈന ടിബറ്റിനെ ആക്രമിച്ച സമയത്ത് ദലായ് ലാമ എന്ന് പറഞ്ഞ ആത്മീയ ഗുരുവിന്റെ കൂടെ ആൾക്കാർ കുറെ ഇന്ത്യയിൽ പലായനം ചെയ്തു. അന്ന് നെഹ്റു ആയിരുന്നു ഇപ്പോഴത്തെ പ്രധാനമന്ത്രി. അദ്ദേഹം കുറെ സ്ഥലത്ത് ഇന്ത്യയിൽ 4 സ്ഥലത്ത് ഇവർക്ക് അഭയം കൊടുത്തു. ഇപ്പോൾ അഭയാർത്ഥികളാണ്, അവർക്ക് എപ്പോഴും തിരിച്ചു പോകണം. ഇവിടെ 100 ഏക്കർ സ്ഥലമാണ്. അപ്പോൾ 21 ക്യാമ്പുകളുണ്ട്. ക്യാമ്പിൽ സിവിലിയൻസാണ്. അപ്പോൾ അവർക്ക് കൃഷിയാണ് മെയിൻ. ചോളം, മുത്താറി, എല്ലാ കൃഷി ഭയങ്കര അധ്വാനം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് മൊണാസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ടിബറ്റൻസ് കല്യാണം കഴിച്ചിട്ട് ആദ്യത്തെ ആൺകുട്ടിക്ക് 4 വയസ്സുള്ള സമയത്ത് ഇവിടെ ഏൽപ്പിക്കണം. ആ കുട്ടി 25 വയസ്സ് വരെ സന്യാസ ജീവിതമാണ്. 25 വയസ്സിന് ശേഷം അവന് വേണ്ടിക്കൽ ഇതിൽ പോവാം, ലൗകിക ജീവിതത്തിലേക്ക് പോവാം. മുമ്പത്തെ നമ്മൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ആ കുട്ടിക്ക് മാനസികമായിട്ട് പ്രശ്നം വരും. അച്ഛനും അമ്മേന്റെ കൂടെ കുട്ടികളെ വരുമ്പോൾ ഇപ്പൊ അങ്ങനെ ഒരു പറഞ്ഞിട്ട് അങ്ങനെ മുമ്പൊക്കെ ഞങ്ങളിവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇപ്പൊ നിർബന്ധമായിട്ട് അവരെ നമ്മളെ ഈ സാധാരണ സീനിയേഴ്സിനെ അടുപ്പിക്കുന്നേ ഇല്ല. ഇതൊക്കെ ഒരു മാറ്റം. ചെറിയ കുട്ടികളല്ലേ, അച്ഛനമ്മയും കൊണ്ട് ഇങ്ങനെ കൈപിടിച്ച് പോകുമ്പോൾ അവർക്ക് മനസ്സിലുണ്ടാവുമല്ലോ. അച്ഛനും അമ്മക്ക് ഒരു മാസം ഒരു പ്രാവശ്യം കാണാൻ പറ്റും. അന്ന് അവർക്ക് വേറെ ഇരിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ ഇരുന്ന് കണ്ട് 1 മണിക്കൂർ കൊണ്ട് പോയിക്കോട്ടെ. അതാണ് ഇത്. ദലായ് ലാമയാണ് ആത്മീയ ഗുരു. പുള്ളിന്റെ ഫോട്ടോ ആണ് കാണാൻ പോകുന്നത്. ഗോൾഡിന്റെ പള്ളി. ഗോൾഡ് കിട്ടുമെന്ന് പറഞ്ഞാൽ ഗോൾഡല്ല, ഗോൾഡ് കവറിംഗ് ആണ് മുഴുവനെ. ഇവിടെ നമ്മുടെ ക്ഷേത്രങ്ങളെ പോലെ ബ്ലാക്ക് കാറ്റ്സോ ഒരു സംഗതിയില്ല. നിങ്ങൾക്ക് ഓപ്പണായി പോകാം, വരാം. ഒരു മനുഷ്യനില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ മുഴുവൻ പരിശോധനയും സ്കാനിങ്ങും ഒക്കെയല്ലേ. ഇവിടെ ഫ്രീ. ഇത് ടൂറിസം കൂടെ ഉദ്ദേശിച്ചാണോ? ഒന്നുമില്ല. ഇങ്ങനെ വന്ന് കച്ചവടങ്ങളൊക്കെ ഉണ്ടല്ലോ. കച്ചവടം എന്ന് വെച്ചാൽ ഇപ്പൊ സാധാരണ വരുമല്ലോ. ഇപ്പൊ ടൂറിസം മുമ്പൊന്നും ആരും വരാറില്ല. പിന്നെ ടൂറിസം ഡെവലപ്മെന്റ് അനുസരിച്ച് ആൾക്കാർ വരാൻ തുടങ്ങി. മുമ്പ് ഇവിടെ മലയാളീസിലായിരുന്നു കംപ്ലീറ്റ് കച്ചവടക്കാർ. അപ്പൊ ഇവർക്ക് വരുമാനം, ഇവർക്ക് ജോലിയിലാണ്. ഇപ്പൊ മലയാളീസിലെല്ലാം അടിച്ചോടിച്ച് ഫുൾ കച്ചവടത്തിൽ വരുന്നേ. ഔട്ട്സൈഡ് വരുന്ന കച്ചവടം ഇഷ്ടം പോലെ. ഇവിടെ ലേഡീസും ഉണ്ട്. ലേഡീസ് 50 വയസ്സിന് ശേഷം സന്യാസം ചെയ്യും. അവർ വരുന്ന വഴിക്ക് തന്നെയാണ് അവർ ലേഡീസിന്റെ സെപ്പറേറ്റ്. അക്കോമഡേഷൻ ഉണ്ടോ ഇവിടെ? നമുക്കല്ല, ഞാൻ ചോദിക്കുന്നത് വരുന്നവർക്ക് ഇവിടെ സ്റ്റേ ചെയ്ത് നമുക്ക് താമസിക്കാം. നമുക്ക് ഇവിടെ 2-3 ഗസ്റ്റ് ഹൗസുകളുണ്ട്. ഇവരുടെ തന്നെയാണോ? ഇവരെ അപ്പൊ നമുക്ക് ഫുഡൊന്നും ഉണ്ടാവില്ല. നല്ല നല്ല റൂംസാണ് കിട്ടും. ഇവിടെ ഉണ്ട്, ഇതിന്റെ മേലെയുണ്ട്, അവിടെയുണ്ട്, കുറെ സ്ഥലങ്ങളുണ്ട്. ഇവിടെ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് സീസണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഈ ഡിസംബർ മാസമാണ് ഇപ്പൊ ഈ ദലായ് ലാമ വരേണ്ടത്. ഇപ്പൊ ദലായ് ലാമ ഇപ്പൊ അസുഖമായിട്ട് ഡൽഹി കിടക്കാണ്. ഈ മാസം 23-നായിരുന്നു ഇവിടെ വരേണ്ടത്. അന്ന് ഇവിടെ വലിയ പൂജയും. ഇന്നലെ ഇവിടെ ആർക്കും എൻട്രി ഉണ്ടാവില്ല. പിന്നെ ഫുള്ള് പിന്നെ ബ്ലാക്ക് ആക്ഷൻ മറ്റേ അയാൾ വലിയ ഇതിലുള്ള ആളാണ്. എപ്പോഴും കൊല്ലുന്നതുകൊണ്ട് പുള്ളി വന്ന ഗസ്റ്റ് ഹൗസിൽ താമസിക്കുക. വലിയ ഭയങ്കര ആഘോഷമാണ്. ദലായ് ലാമ ബുദ്ധന് ശേഷമുള്ള പ്രവാചകന്മാർ ഇഷ്ടംപോലെ മുസ്ലിംസിൽ കാണുന്നില്ല. നമ്മുടെ മുഹമ്മദ് ശേഷമുള്ള പ്രവാചകർ. ബുദ്ധന് ശേഷമുള്ള 180-ാമത്തെ പിന്നെ പ്രവാചകനാണ് ഈ ദലായ് ലാമ. അപ്പൊ അതിനുശേഷം അദ്ദേഹത്തിന് ശേഷം ഒരു പ്രവാചകൻ എവിടെ ജനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എവിടെയാണെന്ന് അറിയില്ല. അത് ഫസ്റ്റ് ഇന്ത്യ ചൈന വാർ ഉണ്ടായില്ലേ, അതിനുശേഷം ഇവിടെ അവർ ഭയങ്കര കൃഷിയാണ്. മുമ്പ് ചെറിയൊരു വീടായിരുന്നു. ഒരു ബെഡ്റൂമും ഒരു കിച്ചണും. വേറെ ഒരു സ്ഥലം എടുക്കാൻ, സ്വന്തമായിട്ട് എടുക്കാൻ പാടില്ല. ഒരു സ്ഥലം എടുക്കാൻ പാടില്ല. അപ്പൊ ഉള്ള സ്ഥലത്ത് അവർക്ക് 8 സെന്റ് സ്ഥലം കൊടുത്ത് അടിപൊളി വീടാക്കി. മക്കളെ അമേരിക്കയിൽ പഠിക്കുന്നുണ്ട്. ഒന്നുമില്ല. ഫുഡ് കൾച്ചർ എന്താണ്? വേറെ ഒരു വിരോധാഭാസം എന്ന് പറഞ്ഞാൽ ശരിക്കും അശോക ചക്രവർത്തിയാണല്ലോ ബുദ്ധനായത്. പുള്ളി അഹിംസ ഇതുള്ളതുകൊണ്ടാണ് പോയത്. പക്ഷെ ഇവര് മാംസം കഴിക്കും. ഇവര് ബുദ്ധന്റെ കീഴിലെ സന്യാസികളാണ്. ഇവര് ബീഫ് നന്നായിട്ട് കഴിക്കും, നോൺ വെജ് എല്ലാം നന്നായി കഴിക്കും, മീൻ എല്ലാം കഴിക്കും. ഇവർക്ക് ഇഷ്ടംപോലെ പൈസ പുറത്തു വരുന്നുണ്ട്. മലേഷ്യ, സിംഗപ്പൂർ, പിന്നെ ചൈന, ഇങ്ങനെ ബുദ്ധമതക്കാർ എവിടെയുണ്ട് അവിടെ നിന്നൊക്കെ ഇവർക്ക് മെഡിസിന് അഭയാർത്ഥികളാണല്ലോ. അങ്ങനെ കുറെ സംഗതികളുണ്ട്. ഇതൊരു ടൗൺഷിപ്പ് ആണോ? ഇപ്പൊ ടൗൺഷിപ്പ് ആയി. ഇവർ ഏറ്റവും വലുത് പിന്നെ ഒരു ഫാക്ടറി എന്ന് പറഞ്ഞാൽ കാർപ്പറ്റ്സ് ആണ്. മിനിമം നല്ലൊരു കാർപ്പറ്റിന് 1 ലക്ഷത്തിന് മേലെയാണ്. സാധാരണ ചെറിയൊരു കാർപ്പറ്റിന് ഭയങ്കര സംഭവമാണ്. ഫാക്ടറിന്റെ അടുത്തുണ്ട്. അവിടെ ഉള്ളിൽ കയറ്റാൻ വിടുന്നില്ല. മുമ്പൊക്കെ വിടുന്നുണ്ടായി. അവിടെ ഷോറൂം ഉണ്ടാവും. ഇല്ല പുറത്തേക്ക് കയറ്റി വിടുന്നതാണ്. ചില സിനിമയെല്ലാം കാണാനല്ലോ ഭയങ്കരമായിട്ടുള്ള. പിന്നെ കൂടാൻ മറ്റേ ഇതുണ്ടല്ലോ, പിന്നെ എന്താണ് ചൂട് കുപ്പായം, മറ്റേ തൊപ്പി, അതൊക്കെ ഇവിടുന്ന് ഇഷ്ടംപോലെ ഫാക്ടറി ഉണ്ട്. ഇതൊക്കെ വരുമാനം. ഇവർക്ക് നമുക്ക് ലോക്കൽ ബോഡി പോലെ അഡ്മിനിസ്ട്രേഷൻ എന്തെങ്കിലും ഉണ്ടോ? അതായത് നമുക്ക് മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് ഇവരെ ഇതിന്റെ ഉള്ളിൽ തന്നെയാണോ അവരുടെ?
ഇവരുടെ നിയമം തന്നെ ഇലക്ഷൻ അങ്ങനെ എന്തോ ഇവർക്ക് വോട്ടവകാശം പറഞ്ഞ് സമരം നടത്തിയിട്ടുണ്ടായി. പക്ഷേ ദലാലയം പറഞ്ഞ ഏത് സമയം നിങ്ങൾ തിരിച്ചിട്ട് പോകേണ്ടവരാണ്, അതുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല. അവർക്ക് വോട്ടവകാശം ഇല്ല. ഒരു പ്രത്യേക കാർഡുണ്ടോ? ഇവർക്ക് ഇവിടുത്തെ ID കാർഡ് വേറെ നമ്മുടെ ഇലക്ഷൻ ID വോട്ടിംഗ് അവകാശം ലിസ്റ്റിലേ ഇല്ല, ഒന്നുമില്ല. നമ്മളെ പോപ്പുലേഷൻ കൗണ്ടിൽ അവർ പെട്ടിട്ടില്ല. അവര് ഇപ്പോഴും അഭയാർത്ഥികൾ, മലയാളത്തിൽ പറഞ്ഞാൽ അഭയാർത്ഥികൾ. ട്രഡീഷണൽ ആയിട്ടുള്ള ഒട്ടനേകം കൊത്തുപണികളും പെയിൻറ്റിങ്ങുകളും കൊണ്ട് സമ്പുഷ്ടമാണ് ഈ മൊണാസ്ട്രി. അതിൻ്റെ ഓരോ ഭിത്തികളിലും റൂഫിലും ഉത്തരങ്ങളിലും എല്ലാം കൊത്തുപണികളാണ്. വളരെ വിചിത്രമെന്ന് തോന്നിക്കുന്ന തരത്തിലാണ് കൊത്തുപണികളെല്ലാം തന്നെ. നല്ല പലതരം ഛായങ്ങളാൽ നിർമ്മിച്ചിരിക്കുന്ന ചിത്രങ്ങളാണ് ഇതിൻ്റെ ഓരോ ചുവരുകളിലും. അതായത് ആ ഭിത്തികളിൽ മുഴുവൻ ഓരോ എഴുത്തും മന്ത്രോച്ചാരണങ്ങളും ചുവർ ചിത്രങ്ങളും കൊണ്ട് സമ്പുഷ്ടമാണ് ഈ മൊണാസ്ട്രി മുഴുവൻ. ബുദ്ധൻ്റേതടക്കമുള്ള 3 വലിയ പ്രതിമകളാണ് ഇവിടെ ഉള്ളത്. വളരെ ശാന്തമായ ഒരു സ്ഥലമാണ്. ഇവിടെ സംസാരിക്കുകയോ ബഹളം വയ്ക്കുകയോ ഒന്നും ചെയ്യരുതെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സമാധാനം തരുന്ന നമ്മളെ കാൽപാദങ്ങളിലേക്ക് തണുപ്പ് ഇരച്ചു കയറുന്ന തരത്തിൽ നമ്മളെ ശരീരത്തെയും മനസ്സിനെയും എല്ലാം തണുപ്പിച്ചുകൊണ്ട് നല്ല ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്താണ് ഈ ഒരു മൊണാസ്ട്രി നിലകൊള്ളുന്നത്. അപ്പോൾ ഇതാണ് ഈ മൊണാസ്ട്രിയിലെ മെയിൻ ടെമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ കിടക്കുമ്പോൾ മാർബിൾ പതിച്ച ഫ്ലോറാണ് നമുക്ക് കാണുന്നത്. ഫ്രണ്ടിൽ തന്നെ ഒരു ഡൊണേഷൻ ബോക്സ് വെച്ചിട്ടുണ്ട്. വരുന്നവർക്ക് നമുക്ക് ഇതിനകത്തേക്ക് എന്തെങ്കിലും സംഭാവനകൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സംഭാവനകൾ കൊടുക്കാവുന്നതാണ്. ഇവിടെയാണ് ഇവരുടെ പ്രത്യേക തരത്തിലുള്ള പ്രാർത്ഥന നടക്കുന്ന സ്ഥലം. അവിടെ പരവതാനി പോലെ ഒരു വിരിച്ചിട്ടുണ്ട്, ഓരോ മേശയും വെച്ചിട്ടുണ്ട്. അവിടെ നിലത്ത് ഇരുന്നിട്ടാണ് ഇവർ പ്രാർത്ഥിക്കുക. ഒരു പ്രത്യേക ഒരു മ്യൂസിക് കൂടിയാണ് ആരാധനയുടെ ആ ഒരു ആംബിയൻസ് അവർ ക്രിയേറ്റ് ചെയ്യുക. മണികൾ കൊണ്ട് കിലുക്കിയും അവരുടെ ബുദ്ധ സന്യാസിമാർ മുൻപ് എഴുതി വെച്ച മന്ത്രോച്ചാരണങ്ങൾ ഉരുവിട്ടുകൊണ്ടാണ് വലിയ പരവതാനിയിൽ മുഖാമുഖം ഇരുന്നിട്ടാണ് ഇവരുടെ ഈ പ്രാർത്ഥന. ബുദ്ധൻ്റെ അടക്കം 3 വലിയ പ്രതിമകൾക്ക് മുന്നിലിരുന്നാണ് ഇവർ പ്രാർത്ഥിക്കുക. അതായത് 18-ാം നൂറ്റാണ്ടിൽ ടിബറ്റിൽ ജീവിച്ചിരുന്ന ബുദ്ധ സന്യാസി എഴുതിയ വാചകങ്ങൾ മന്ത്രോച്ചാരണങ്ങളായിട്ട് ഉരുവിട്ടാണ് ഇവരുടെ പ്രാർത്ഥിക്കുക. ഈ നിർമ്മിതികളെല്ലാം വളരെ ഭംഗിയായിട്ട് അവരുടെ തനത് കരകൗശല അല്ലെങ്കിൽ ആർക്കിടെക്ചറൽ മാഹാത്മ്യം വിളിച്ചറിയിക്കുന്നതാണ് ഓരോ നിർമ്മിതികളും. ഓരോ കെട്ടിടങ്ങളും അത്രയും പ്രാധാന്യമർഹിക്കുന്ന രീതിയിലാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത്. മുൻപൊക്കെ വന്നവർക്ക് ഒരുപാട് അക്കുസട്ടന്മാരെയും റിംബോച്ചിമാരെയൊക്കെ ഇവിടെ കാണാൻ കഴിഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോഴും അവർ ആ സൈഡുകളിലുള്ള നമ്മൾ കണ്ട ബിൽഡിങ്ങുകളിലെല്ലാം അവർ താമസിക്കുന്നുണ്ട്. കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസത്തിനുള്ള സ്കൂളും
ഹോസ്പിറ്റലുകളുടെ മതപഠനശാലയും എല്ലാം ഇവിടെ തന്നെയുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മളുടെ സന്ദർശകരുടെ ഇടയിലേക്ക് അവരെ അങ്ങനെ അധികമായിട്ട് വിടാറില്ല. പ്രത്യേകിച്ച് ഈ 4 വയസ്സ് മുതലുള്ള കഴിഞ്ഞ കുട്ടികളെയാണ് ഈ ലാമമാരായിട്ട് ഇവരുടെ ഈ മതപഠന കേന്ദ്രത്തിലേക്ക് ബുദ്ധഭിക്ഷുക്കളായിട്ട് ഓരോ മാതാപിതാക്കളും, അതായത് തൻ്റെ ആദ്യത്തെ ആൺകുട്ടിയാണ് ഈ മഠത്തിലേക്ക് കൊടുക്കുക. ഇപ്പോൾ ആദ്യമൊക്കെ ഈ സന്ദർശകർക്ക് ഇവരോട് അടുത്ത് ഇടപഴകാനും ഫോട്ടോ എടുക്കാനും ഇവരോട് സംസാരിക്കാനും ഇവരോട് സംസർഗപ്പെട്ട് പോകാനും ഒക്കെ സാധിച്ചിരുന്നു. ഇപ്പോൾ എന്നാൽ അത് അവർ വിലക്കിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, എനിക്ക് തോന്നുന്നു ഈ സന്ദർശകരൊക്കെ വരുമ്പോൾ തന്നെ ഇവരുടെ ആദ്യത്തെ ആൺകുട്ടിയാണല്ലോ ഈ ഒരു ബുദ്ധഭിക്ഷുവായിട്ട് നേർച്ച ചെയ്തവർ കൊടുക്കുക. അപ്പോൾ ഈ 4 വയസ്സാകുമ്പോഴാണ് ഇവരെ ഈ മഠത്തിലേക്ക് കൊണ്ടുവരിക. അത് കഴിഞ്ഞ് ഇവരുടെ അന്തരീക്ഷത്തിലാണ്, ഇവിടുത്തെ പഠനത്തിലാണ് ഈ ബുദ്ധ ഭിക്ഷുക്കളായിട്ട് അല്ലെങ്കിൽ ബുദ്ധമത ആചാര്യന്മാരായിട്ട് ഇവർ മാറുക, അവർ പഠിച്ചിട്ട്. അപ്പോൾ അവർ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വിദേശികളായിട്ട് അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റിൽ നിന്നുള്ള, ഇന്ത്യയിൽ നിന്നുള്ള മറ്റ് ഭാഗങ്ങളിൽ നിന്നുള്ളവരായിട്ട് ഇതിലേക്ക് കടന്നു വരുമ്പോൾ അവരുമായിട്ടുള്ള സംസർഗത്താൽ ഇവരുടെ രീതികളിൽ കടന്നു കയറിയിട്ട് അവർക്ക് എന്തെങ്കിലും ചാഞ്ചാട്ടം ഉണ്ടാകുമോ എന്ന ഒരു ഭയപ്പെട്ടിട്ടുണ്ടായിരിക്കാം എന്ന് കരുതുന്നു. ഇപ്പോൾ അവർ അങ്ങോട്ട് കടന്നു പോകുന്ന വഴികളിലൊക്കെ അവർ റെസ്ട്രിക്ഷൻ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്ക് കടക്കാൻ പാടില്ല. അതായത് കുട്ടികളായിട്ട് നമ്മൾ സംസാരിക്കാനോ അവരോട്ട് അടുത്തിടപഴകാനോ പാടില്ല. അത് അവരുടെ പ്രാർത്ഥനയ്ക്കോ അവരുടെ ഈ മതാചാരങ്ങളിൽ നിന്ന് നമ്മളൊരു വിലങ്ങുതടിയാകാതിരിക്കാൻ വേണ്ടി അവർ പ്രത്യേക അകലം സൂക്ഷിക്കുന്നുണ്ട്. എന്നിരുന്നാലും രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ സന്ദർശകർക്ക് ഈ പൊതുവായ സ്ഥലങ്ങളിൽ കാണാനും ഫോട്ടോ എടുക്കാനും ഈ സ്ഥലങ്ങൾ സന്ദർശിക്കാനുമുള്ള അവസരം നമ്മൾക്ക് നൽകുന്നുണ്ട്. ഇവിടെ യാതൊരുവിധ സെക്യൂരിറ്റിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ആരെയും വിലക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ആരും ഇവർ വൃത്തികേടാക്കുകയോ അനാവശ്യമായിട്ട് സംസാരിക്കുകയോ ബഹളമിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ ഇവിടെ ക്ഷേത്രങ്ങളിൽ ഒറിജിനൽ സ്വർണവും തങ്കവും അതേപോലെ സ്വർണം പൂശിയ തൂണുകളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു അനീതിയോ കള്ളത്തരങ്ങളോ ഒന്നും കാണുന്നില്ല എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവരെല്ലാം ഇതിനെ ബഹുമാനിച്ചും ആദരിച്ചും കൊണ്ട് തന്നെയാണ് പോരുന്നത്. ഒരുപാട് സന്ദർശകർ ഇവിടേക്ക് കടന്നു വരുന്നുണ്ട്. സ്കൂൾ കുട്ടികളാകട്ടെ, കോളേജ് കുട്ടികളാകട്ടെ, മറ്റുള്ള ടൂറിസ്റ്റുകളാകട്ടെ, എല്ലാവരും ഇത് വീക്ഷിക്കാനായിട്ട് വരുന്നുണ്ട്. ഒരാളോട് പോലും അവരുടെ കാര്യങ്ങളിൽ തടസ്സം ചെയ്യുകയോ മറ്റുള്ള കാര്യങ്ങളിൽ ഇടപെടുകയോ ചെയ്യുന്നില്ല. നല്ല സമാധാനവും അന്തരീക്ഷമാണ് ഇവിടെ നിലകൊള്ളുന്നത്. ഇതിൻ്റെ മുന്നിലുള്ള ഈ ഗാർഡനുകളിൽ നമ്മൾ ഇല്ലാത്ത സമയങ്ങളിലായിരിക്കാം ഒരു പക്ഷേ ഇവിടുത്തെ കുട്ടികളൊക്കെ ഈ ഗാർഡനിൽ ലോൺ ഏരിയയിൽ വന്നിരുന്ന് കളിക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യുക. കഴിഞ്ഞ കൊറോണയായിട്ട് 2 വർഷത്തോളം കാലം ഇവിടെ അടച്ചിടുകയുണ്ടായി. കൊറോണ കാലത്തിൽ അതിനുശേഷം ഇപ്പോഴാണ് ഈ ഒരു 5-6 മാസത്തിന് മുമ്പാണ് ഈ മൊണാസ്ട്രി പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. ഇവിടത്തേക്ക് യാതൊരു എൻട്രി ഫീസും മറ്റു കാര്യങ്ങളും ഒന്നുമില്ല. നമ്മൾ മെയിൻ ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ മാത്രം നമ്മുടെ പാദരക്ഷകൾ പുറത്തേക്ക് ഊരി വയ്ക്കുക എന്നുള്ള ഒറ്റ നിബന്ധന മാത്രമേ ഉള്ളൂ. Thank you. ಇನ್ನೆಡೆಕಾಗಲ್ಲ ಸಚಿನ್ ಕಲೆ ಬಿಡಿಸ್ಕೋಬೇಕು ಅವ್ರು ಬೇಜಾರು ಮಾಡ್ಕೊಂಡು ಸೀಮಾ ಅಂತಾರಲ್ಲ ಅಂತಾರಲ್ಲ ಅವ್ರಿಗೆ ಡ್ರಾಪರ್ ಬಿಡಿ 2 ನಿಮಿಷ ವೆಯ್ಟ್ ಮಾಡಿ ಬ್ಯಾಗ್ ಎತ್ಕೊಳ್ತೀನಿ.
പാദരക്ഷകൾ ഉരുവയ്ക്കാനുള്ള തിരക്കാണ് ഇവിടെ കാണുന്നത്. പക്ഷേ വളരെ ശാന്തവും സൗഹൃദവുമായിട്ടാണ്. അതിനുവേണ്ടി നമുക്ക് ഓരോ ബോക്സിൽ വെച്ചിട്ടുണ്ട്. അവിടേക്ക് നമ്മുടെ പാദരക്ഷകൾ എടുത്തു വെച്ച് സൂക്ഷിച്ചിട്ട് നമുക്കകത്തേക്ക് പോയി സമാധാനപരമായിട്ട് ആ അന്തരീക്ഷം ആസ്വദിക്കുകയും അത് കാര്യങ്ങൾ കാണുകയും നമുക്ക് അവരുടെ ചടങ്ങിൽ പ്രാർത്ഥന നടക്കുന്ന സമയമാണെങ്കിൽ അത് വീക്ഷിക്കുകയും ചെയ്തിട്ട് നമുക്ക് മടങ്ങി വരാം. പക്ഷേ പുറത്ത് നമ്മൾ കയറുന്ന സമയത്ത് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ നമ്മളെ ആരെയും എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇനി ഒരു പക്ഷേ മൊബൈലായതുകൊണ്ടായിരിക്കാം തടയാതിരുന്നത്. വീഡിയോ ക്യാമറ, ഡിജിറ്റൽ ക്യാമറകളെ ഒരു പക്ഷേ അവർ പകർത്താൻ അനുവദിക്കുന്നില്ലായിരിക്കും. പക്ഷേ നമ്മളാരെയും അങ്ങനെ തടയുന്നതായിട്ട് കണ്ടില്ല. നമ്മളെ ഒരാളുടെ മേലിൽ ഒരു നിയന്ത്രണങ്ങളും ഇവർ ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഒരാളും ഇവിടെ മലിനമാക്കി വൃത്തിയിടാക്കുകയോ ചെയ്യുന്നില്ല. അവിടുത്തെ പരിസരത്തിൻ്റെ വൃത്തി കണ്ടിട്ട് വരുന്നവരും എല്ലാം നല്ല വൃത്തിയായി തന്നെയാണ് ഇത് സൂക്ഷിക്കുക. ഇപ്പം നമ്മൾ ഈ ഭിത്തികളിൽ എന്തു നല്ല ചിത്രപ്പണികളാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കെട്ടിടത്തിന് വലിയ ഒരു അമ്പലത്തിന് 3 കവാടങ്ങളാണുള്ളത്. മെയിനായിട്ട് 3 കവാടങ്ങൾ. ഓരോ കവാടത്തിന് ഏകദേശം 15 അടി ഉയരമുണ്ട്. നല്ല വീതിയാർന്ന വലിയ കട്ടളകളാണ്, കൊത്തുപണികളോട് കൂടിയ കട്ടളകളാണ്. ചുവർ ചിത്രങ്ങൾ വളരെ ഭംഗിയായി ആലേഖനം ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് 3 വലിയ ഡോറുകളും വാതിലുകളും ഒട്ടനേകം ജന്നലുകളുമാണ് ഉള്ളത്. ഈ വാതിലുകളെ മനുഷ്യപ്രകൃതിയുടെ ആലേഖനമാണ്, അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിൻ്റെ ഒരു സ്വരൂപമായിട്ടാണ്, ഈ പ്രതീകങ്ങളായിട്ടാണ് ഈ വാതിലുകളെ കാണുന്നത്. മനുഷ്യൻ്റെ 3 വാതിലുകളായി നിലകൊള്ളുന്നു എന്നാണ് ഇതിൻ്റെ ഒരു വ്യംഗ്യം. മനസ്സ്, ശരീരം, വർത്തമാനം. ചിന്തിക്കുന്ന മനസ്സും വിചാരങ്ങൾ, ആഗ്രഹങ്ങൾ നടപ്പിലാക്കുന്ന ശരീരവും ആലോചനകളെ പ്രകടിപ്പിക്കാനുള്ള വർത്തമാനം ആയിട്ടാണ് ഈ വാതിലുകളെ കാണുന്നത്. നടുക്കുള്ള സ്റ്റാച്ചു നമ്മൾ ബുദ്ധൻ്റെ പിന്നെ അപ്പുറം ഇപ്പുറം 2 ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ മക്കളുണ്ട്. മനസ്സിലായല്ലേ? അപ്പോൾ ഇതൊക്കെ ഗോൾഡ് കവറിംഗ് ആണ്. 916 ഗോൾഡിൻ്റെ പ്ലേറ്റിംഗ് ആണ്. അപ്പോൾ ഗോൾഡ് ഉണ്ട്. ഈ കാണുന്ന ഇതൊക്കെ പ്യൂർ ഗോൾഡാണ് ഇതൊക്കെ. പിന്നെ ദലായ് ലാമ എന്ന് പറഞ്ഞാൽ പുള്ളിയാണ് നടുക്ക് നിൽക്കുന്നത്. ഇപ്പോഴത്തെ ആത്മീയ ഗുരു. നിങ്ങൾ ഈ കാണുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഈ ബുദ്ധന് ശേഷം വന്ന പ്രവാചകന്മാർ. ഇപ്പോഴത്തെ പ്രവാചകനാണ് ഈ ദലായ് ലാമ. അദ്ദേഹം ജീവിച്ചിരുന്നു. അപ്പം അതിന് ശേഷം ഒരാൾ ഇവിടെ ജീവിച്ച് വരുന്നുണ്ട്. അദ്ദേഹത്തിന് ശേഷം എന്നാ അവരുടെ സങ്കല്പം. അപ്പോൾ അതാരാണെന്ന് അറിയില്ല. എവിടെയോ ആരോ ജനിച്ചിട്ടുണ്ടെന്ന് എന്ന് പറയപ്പെടുന്നു. ഇതൊക്കെ ഈ താഴത്ത് ഫുൾ പ്യൂർ 916 ഗോൾഡാണ്. പക്ഷെ ഇവിടെ സെക്യൂരിറ്റി ഇല്ല, നിങ്ങൾ ബാക്കാറ്റ്സ് ഇല്ല, ഒന്നുമില്ല. ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നു പോകുന്നു. ഒരു കളവുമില്ല ഇവിടെ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. മെയിൻ നമുക്ക് ആരെ കൊണ്ട് ഇവിടെ നിയന്ത്രിക്കാനൊന്നുമില്ല. ആൾക്കാർ പോകുന്നു, വരുന്നു, പ്രാർത്ഥിക്കുന്നു, പോകുന്നു. ഇതിൻ്റെ ഉള്ളിൽ AC ഒരു ഇതുമില്ല. നീറ്റ്നെസ്. അശോക ചക്രവർത്തി പിന്നെ അഹിംസ പല യുദ്ധങ്ങൾ വന്ന ആൾക്കാർ മരിക്കുന്ന കണ്ടതിന് ശേഷം പുള്ളി ഇതിനകത്ത് വെറുത്ത്, അപ്പം അങ്ങനെയാണല്ലോ പുള്ളി അവർ ബുദ്ധമതം ഉണ്ടാക്കുന്നതും സ്വീകരിക്കുന്നതും. അവരെ ഭാര്യയും മക്കളൊക്കെ അതിൽ ചേർന്ന് ഇയാൾ പിന്നെ ഗയ അവിടെ പോയിട്ട് അശോക ഇതിൻ്റെ ചോട്ടിരുന്നിട്ട് സംഗതി കാണുന്നുണ്ടോ. ഹാൻഡ് വർക്കാണല്ലേ? യെസ്, ഇതൊക്കെ ഹാൻഡ് വർക്കാണ്. ഇതൊക്കെ ഇവർ സത്യത്തിൽ ഈ ടിബറ്റിൽ നിന്ന്, ടിബറ്റ് എന്ന് പറയുന്നത് ചൈനയുടെ ഭാഗമാണ്. ചൈനയിൽ നിന്ന് കുടിയേറിയവരാണ് ഇന്ത്യയിലെ 3 മൊണാസ്ട്രികളിലായിട്ട് ഈ ബുദ്ധഭിക്ഷുക്കൾ. യഥാർത്ഥത്തിൽ ചൈനയുടെ ടിബറ്റിൽ ഉത്ഭവിച്ചതാണ് ഈ ബുദ്ധമതം. ബുദ്ധൻ്റെ കാലശേഷമൊക്കെ ഈ ലാമമാർ, റിംബോച്ചികൾ
അക്കുസട്ടന്മാരൊക്കെ, നമ്മുടെ യോദ്ധയിലെ ഭാഷയിൽ പറഞ്ഞ അക്കുസട്ടന്മാരൊക്കെ അവിടെ ജീവിച്ചിരുന്നു. ഈ ടിബറ്റ് ചൈനയുടെ ഭാഗമായിരുന്നെങ്കിലും ചൈനയുടെ ഒരു കൾച്ചറൽ കാര്യങ്ങളിലും ഒന്നുമായിട്ടും ഇവർ യോജിച്ചിരുന്നില്ല. ഇവരൊരു പ്രത്യേക രാജ്യം പോലെ ഇങ്ങനെ കണക്കാക്കി ജീവിക്കുകയായിരുന്നു. അത് ചൈനയിലെ ഭരണാധികാരികൾക്ക് അതിനകത്ത് അലോസരമുണ്ടാവുകയും ഈ ടിബറ്റിനെ അവർ ആക്രമിക്കാൻ തുടങ്ങുകയും ചെയ്തു, അതിൻ്റെ ചൈനയുടെ ഭാഗമാക്കി നിലനിർത്തുന്നതിനായിട്ട്. പക്ഷേ ഈ ടിബറ്റിലെ ഈ ബുദ്ധസന്യാസിമാർ അവർ അഹിംസയിൽ വിശ്വസിച്ചിരുന്നതുകൊണ്ടും മറ്റുള്ളവരെ ആക്രമിക്കാനൊന്നും മുതിരാത്തവരെന്നായിരുന്നാലും ഇവരെ ഭീഷണിപ്പെടുത്തിയും പേടിപ്പിച്ചും ഇവരിൽ നിന്ന് ആൾക്കാരെ അവിടുന്ന് ഓടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ രാഷ്ട്രീയ അഭയം കൊടുത്ത് 1959 നെഹ്റുവാണ് ഇന്ത്യയിലേക്ക് ഇവിടെ ദലൈലാമയെ സ്വാഗതം ചെയ്യുന്നതും ഇന്ത്യയിലുള്ള 3 സ്ഥലങ്ങളിൽ, അത് തണുപ്പുള്ള സ്ഥലങ്ങൾ ഇവർക്ക് വേണമെന്ന് പറയുകയും അങ്ങനെ തണുപ്പുള്ള 3 സ്ഥലങ്ങളിലേക്ക് ഇവർക്ക് വന്ന് താമസിക്കാനുള്ള സ്ഥലങ്ങൾ അവർക്ക് അലൗട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഇന്നും അവർക്ക് ചൈനയുമായിട്ടുള്ള വിഷയങ്ങൾ കഴിഞ്ഞതിന് ശേഷം കുറേ ദലൈലാമയെ പോലെയുള്ള നേതാക്കന്മാർ, ഇപ്പോഴത്തെ ലാമ ഒക്കെ ചൈനയിലേക്ക് മടങ്ങിപ്പോയെങ്കിലും ബാക്കിയുള്ളവർ ഇവിടെ തന്നെ തുടരുകയാണ്. പക്ഷേ ഇവർക്ക് നമ്മളെ ഇന്ത്യയിൽ നിന്ന് വോട്ടവകാശമോ അല്ലെങ്കിൽ ഭൂമി വാങ്ങുകയോ വിൽക്കാനോ ഉള്ള ഒരു അവകാശങ്ങളും ഇവർക്ക് കൊടുത്തിട്ടില്ല. പക്ഷേ ഇവർക്ക് ഓരോ കുടുംബങ്ങൾക്കും 8 സെൻറ്റ് വീതം ഈ സ്ഥലങ്ങളിൽ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അവർ ഓരോരുത്തരും ഓരോ കുടുംബമായിട്ടും, അല്ലാതെ ബുദ്ധസന്യാസിമാർ ഈ മൊണാസ്ട്രികളിലും ഇവരുടെ ലാമമാർ, അതായത് റിംപോച്ചിമാർ, അടുത്ത ഈ ബുദ്ധഭിക്ഷുക്കളായിട്ട് വരാനുള്ള കുട്ടികളെ ഇവിടുള്ള മഠങ്ങളിലുമാണ് താമസിപ്പിച്ചിരിക്കുന്നത്. അവരുടെ പഠനവും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെയാണ് നടക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തൂ. താങ്ക് യു ഫോർ വാച്ചിങ് ഖാൻസ് റെക്കോർഡ്സ്.